ചെയ്തു പോരുന്ന ജോലിയുടെ ഭാഗമായി നിരവധി ആളുകളുടെ പേരുകളും നമ്പറുകളുമൊക്കെ നിറഞ്ഞതാണ് എൻ്റെ ഫോണിലെ കോൺടാക്ട് ലിസ്റ്റ്. ഞാൻ ജീവിച്ചു തീർത്ത ജീവിതത്തിൻ്റെയും കൈകോർത്ത സൗഹൃദങ്ങളുടെയും കടന്നുപോയ വഴികളുടെയും വലിയൊരു വിലാസ പുസ്തകമാണ് എൻ്റെ ഈ ഫോൺ കോൺടാക്ട് ലിസ്റ്റ്. ഇത് അക്കങ്ങളുടെ വെറുമൊരു കൂട്ടമല്ല, മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങളുടെ വലിയ കൊട്ടാരമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതൊക്കെ ഒന്ന് ക്രമീകരിക്കാനും ക്ലെൻസ് ചെയ്യാനുമൊക്കെയായി ഫോൺ കോൺടാക്ട് ലിസ്റ്റ് എടുത്തു നോക്കിയപ്പോൾ വലിയൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്കാണ് ഞാൻ എത്തിയത്. നമസ്കാരം, ഞാൻ പ്രദീപ് പുറവങ്കര. ഫോൺ ലിസ്റ്റിലെ ഓരോ പേരുകളും ഒന്നൊന്നായി നോക്കുമ്പോൾ വലിയൊരു വേദനയോടെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാലത്ത് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം പോലെ ഒട്ടിനിന്ന 1000-ലധികം ആളുകൾ ഇന്ന് ഞാനുമായി ഒരു ബന്ധവുമില്ലാതെയാണ് പോയിരിക്കുന്നത്. അതിൽ വലിയൊരു വിഭാഗം പേർ കാലത്തിൻ്റെ വിധിക്ക് കീഴടങ്ങി തിരികെ വരാത്ത ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു. അതേസമയം മറ്റനേകം പേർ അവർ മരിച്ചിട്ടില്ല, പക്ഷേ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ മറഞ്ഞുപോയവരാണ്. ഒരു കാലത്ത് വർത്തമാനങ്ങൾ കൊണ്ട് രാവുകളെ അവിസ്മരണീയമാക്കിയവർ, ഒന്നിച്ച് കട്ടൻ ചായ കുടിച്ച് സ്വപ്നങ്ങൾ പങ്കിട്ടവർ ഇന്ന് ഒരു വാക്കുപോലും പറയാതെ ഏതോ വഴിത്തിരിവിൽ വെച്ച് അപരിചിതരെ പോലെ അകന്നുപോയിരിക്കുന്നു. ചിലരൊക്കെ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, ചിലരെ ഞാനും. ഇനി ഒരിക്കലും മറുതലക്കൽ നിന്നും ഉയർന്നു കേൾക്കാത്ത ആ ശബ്ദങ്ങൾ, ഇനി ഒരിക്കലും ഡെലിവർ ആകപ്പെടാത്ത മെസ്സേജുകൾ, അവ ഓരോന്നായി ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വിരലുകൾ മാത്രമല്ല മനസ്സും ഒന്ന് പിടയുന്നുണ്ടായിരുന്നു. സത്യം, നമുക്ക് ചുറ്റും ആയിരക്കണക്കിന് ആളുകളുണ്ടെന്ന ഭ്രമമല്ല പ്രധാനം, മറിച്ച് ഏത് അർദ്ധരാത്രിയിലും ഒന്ന് വിളിക്കാൻ, ഹൃദയം തുറന്ന് സംസാരിക്കാൻ എത്ര പേർ ബാക്കിയുണ്ടെന്ന കാര്യം എന്നെ ഈ ക്ലെൻസിങ് ശരിക്കും പഠിപ്പിച്ചു. കാലം മുമ്പോട്ടാണ് ഉരുളുന്നത്, ഘടികാരത്തിൽ അവശേഷിക്കുന്ന സമയവും മുന്നോട്ട് തന്നെയാണ് പോകുന്നത്.